നമസ്കാരം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നവീൻ ബാബുവിന്റെ മരണം കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിശദമായ വാദം ഡിസംബർ 9-ന്. BJPയെ അപമാനിക്കാൻ ശ്രമമെന്ന് K. സുരേന്ദ്രൻ. കള്ളവാർത്തകൾ പ്രചരിപ്പിച്ചാൽ കൈകാര്യം ചെയ്യും. പാർട്ടിയെ കരിവാരിത്തേക്കാൻ അനുവദിക്കില്ലെന്നും താക്കീത്. ഗൗതം അദാനിക്കെതിരായ അമേരിക്കയിലെ കേസ് പാർലമെന്റിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ബഹളത്തിൽ ഇരുസഭകളും സ്തംഭിച്ചു. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി. ഹിന്ദു പുരോഹിതന്റെ അറസ്റ്റ്. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ സംഘർഷം. അഭിഭാഷകന് ജീവഹാനി. രാജ്യത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ഭരണകൂടം. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് ജയത്തിന് പിന്നാലെ ICC റാങ്കിങ്ങിൽ നില മെച്ചപ്പെടുത്തി ഇന്ത്യ. ടെസ്റ്റ് റാങ്കിങ്ങിൽ ടീം വീണ്ടും ഒന്നാമത്. ബൌളർമാരിൽ മുന്നിൽ ബുംറ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഹർജിയിൽ വിശദമായ വാദം അടുത്ത മാസം 9-ന് കേൾക്കും. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അടുത്ത മാസം 6-ന് കേസ് ഡയറി ഹാജരാക്കാനാണ് നിർദ്ദേശം. അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജിയിൽ സർക്കാരിനോടും CBIയോടും ഹൈക്കോടതി നിലപാട് തേടി. ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ കുറ്റപത്രം പ്രതിക്ക് നൽകരുതെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയോട് ആവശ്യപ്പെട്ടു. പ്രതി രാഷ്ട്രീയ സ്വാധീനമുള്ള വിവിധ പദവികളും ചുമതലകളും വഹിക്കുന്ന ആളാണ്. കുറ്റപത്രത്തിൽ വരുന്നത് കെട്ടിച്ചമച്ച തെളിവുകളാകുമെന്നാണ് ഹർജിക്കാരിയുടെ വാദം. പ്രതി എങ്ങനെ അന്വേഷണത്തെ സ്വാധീനിച്ചുവെന്നാണ് സംശയിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. SIT അന്വേഷണം പേരിന് മാത്രമാണെന്നാണ് മഞ്ജുഷയുടെ വാദം. പ്രത്യേക അന്വേഷണ സംഘം പേരിന് മാത്രമാണെന്ന് മഞ്ജുഷ കോടതിയിൽ പറഞ്ഞു. CBI അന്വേഷണമോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ഡെസ്ക് ജീവൻ. BJPയെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചാൽ ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കള്ളവാർത്തകൾ പ്രചരിപ്പിച്ചാൽ ഏതു കൊമ്പത്തിരിക്കുന്നവനെ ആയാലും കൈകാര്യം ചെയ്യും. നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനത്തെ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ കൈവാർത്തേക്കാൻ അനുവദിക്കില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കേരളത്തിലെ തർക്കത്തിൽ K. സുരേന്ദ്രന് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ. സംസ്ഥാന അധ്യക്ഷനായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെയെന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുത്തു. പാലക്കാട്ടെ തോൽവി സംബന്ധിച്ച് സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചു. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ദേശീയ പ്രസിഡന്റ് JP നദ്ദ, സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് എന്നിവരെയാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. പാലക്കാട്ടെ സാഹചര്യം പരിശോധിക്കുമെന്നും ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ അറിയിച്ചു. A ക്ലാസ് മണ്ഡലമായ പാലക്കാട് നേരിട്ട തോൽവിക്ക് പിന്നാലെ BJPയിൽ കടുത്ത പൊട്ടിത്തെറി തുടങ്ങിയിരുന്നു. ചരിത്രത്തിലാദ്യമായി സുരേന്ദ്രനെ ഔദ്യോഗിക പക്ഷത്തെ നേതാക്കൾ പോലും കൈയൊഴിഞ്ഞു. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സുരേന്ദ്രൻ രാജിവെക്കണമെന്നാണ് ഔദ്യോഗിക പക്ഷത്തെ അടക്കം നേതാക്കൾ ആവശ്യപ്പെട്ടത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വരെ ഇക്കൂട്ടത്തിൽപ്പെടും. സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചയാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന വിമർശനമാണ് നേതാക്കൾ ഉയർത്തിയത്. അതേസമയം പാലക്കാട് BJP നേതാക്കളെ പരസ്യ പ്രതികരണത്തിൽ നിന്നും വിലക്കിയതോടെ ഇനിയൊരു പൊട്ടിത്തെറി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി നഗരസഭാ അധ്യക്ഷയുടെ ഉൾപ്പെടെ വിമർശനങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. നഗരസഭയിലെ അസംതൃപ്തരായ BJP കൌൺസിലർമാരെ കോൺഗ്രസിലെത്തിക്കാൻ ഓപ്പറേഷൻ കമല നടത്തില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കൌൺസിലർമാരുമായി തുറന്ന ചർച്ച നടന്നിട്ടില്ല. നയംമാറ്റം വന്നാൽ എല്ലാവരെയും സ്വീകരിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു.
പാലക്കാട്ടെ ആളുകളുടെ മനസ്സിൽ പ്രത്യയശാസ്ത്രം മാറിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്നും മാറ്റത്തിന്റെ സൂചനയാണെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് രാജ്യത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രൂപമാണ്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയത് മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യയശാസ്ത്രമാണല്ലോ. അതിൽ നിന്ന് ഇപ്പൊ എത്രയോ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് പോയി എത്രയോ ബംഗാളില് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കോൺഗ്രസ് ആണല്ലോ, അല്ലേ? ഇപ്പം മഹാരാഷ്ട്രയില് NCP, നാഷണൽ കോൺഗ്രസ് പാർട്ടി, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് പാർട്ടികൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് കാരണം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ പിന്നീട് ഉണ്ടാകുന്ന രൂപാന്തരങ്ങൾ കൂടുതൽ നഷ്ടം ഉണ്ടാകുക കോൺഗ്രസിലാണ്. പക്ഷേ പാലക്കാട് സാഹചര്യം വ്യത്യസ്തമായിരിക്കും. കോൺഗ്രസിലേക്കുള്ള പല മേഖലയിലെ ഒഴുക്കുകൾക്കായിരിക്കും സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJP നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവുമായി പാലക്കാട് നഗരസഭാ അധ്യക്ഷയും ദേശീയ കൌൺസിൽ അംഗം N. നടരാജനും രംഗത്തെത്തിയിരുന്നു. VK ശ്രീകണ്ഠൻ MPയും DCC പ്രസിഡന്റും BJP കൌൺസിലർമാരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു. എന്നാൽ കോൺഗ്രസിന് നിരാശപ്പെടേണ്ടി വരുമെന്ന് BJP നേതാവ് N. നടരാജൻ തിരിച്ചടിച്ചു. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. പാലക്കാട് വീടുകയറി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞത് K. സുരേന്ദ്രനാണെന്നും രാഹുൽ പറഞ്ഞു. ലഘുലേഖ ഉൾപ്പെടെ വീടുകൾ തോറും വിതരണം ചെയ്താണ് വോട്ട് തേടിയത്. CPMന്റെയും BJPയുടെയും വോട്ട് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. നമ്മളൊരു എന്താ പറയുക, ഈ ഓപ്പറേഷൻ കമല മോഡൽ ഐറ്റംസിലൊന്നും നമ്മളില്ല. അങ്ങനെ ജനാധിപത്യത്തെ നമ്മൾ ആളുകൾക്ക് സമ്മർദ്ദവും പ്രതിഫലവും കൊടുത്തിട്ട് പിന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാകാനില്ല. പക്ഷേ ആ വിഷയങ്ങൾക്കകത്ത് ഇപ്പോൾ താങ്കളുടെ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ RSSന്റെ സർസംഘചാലക് പോലും നിലപാട് തിരുത്തിയാൽ ആദ്യം സംസാരിക്കാൻ പോകേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം RSS സർസംഘചാലകിന്റെ വിഷയത്തിൽ പോലും ആ നിലപാടാണെങ്കിൽ കൗൺസിലർമാരുടെ വിഷയത്തിൽ അതേ നിലപാട് തന്നെ ആയിരിക്കുമല്ലോ. ഒരുപാട് മനുഷ്യന്മാർ ഇപ്പോൾ അവരുടെ നയങ്ങൾ ശരിയല്ല എന്ന തിരിച്ചറിവുണ്ടാകുന്ന കാലമാണ്. ആ തിരിച്ചറിവുമായിട്ട് ബന്ധപ്പെട്ട് ആര് വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യും. ന്യൂസ് ഡെസ്ക് ജീവൻ. EP ജയരാജന്റെ പേരിലുള്ള പുസ്തക വിവാദത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടികൾ വൈകും. DGP വിശദമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും നടപടി. തുടരന്വേഷണം വേണമെന്ന് LDF ആവശ്യപ്പെട്ടതോടെ പോലീസിന് മേൽ സമ്മർദ്ദമേറി. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ DCയും EPയും തമ്മിൽ കരാറില്ലെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഗൗരവതരമെന്നാണ് സർക്കാർ നിലപാട്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ പുസ്തക വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദം നിരത്തി CPMും പ്രതിരോധം തീർക്കും. പുസ്തക വിവാദം ഉപതെരഞ്ഞെടുപ്പിലും തിരിച്ചടിയായെന്ന് CPMും ഇടതുമുന്നണിയും വിലയിരുത്തുന്നു. തുടരന്വേഷണം പ്രതിച്ഛായ വീണ്ടെടുക്കാൻ സഹായകരമാകുമെന്നും നേതൃത്വം കരുതുന്നു. പുസ്തക വിവാദത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നാണ് EP പറയുന്നത്. പാർട്ടിക്ക് അകത്തും പുറത്തും തന്നെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഒരു വരി പോലും പ്രസിദ്ധീകരണത്തിനായി ആർക്കും നൽകിയിട്ടില്ല. വ്യക്തമായ സൂചന കിട്ടിയാൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് പുറത്തു പറയാമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. തമിഴ്നാട്ടിൽ മഴ കനക്കുന്നു. ചെന്നൈ അടക്കം സംസ്ഥാനത്തെ 16 ജില്ലകളിലും പുതുച്ചേരിയിലും കാരയ്ക്കലിലും ഓറഞ്ച് അലർട്ടാണ്. തമിഴ്നാട്ടിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ തിരുവള്ളൂർ, ചെന്നൈ, ചെങ്കൽപ്പേട്ട്, മയിലാടുതുറൈ, പുതുച്ചേരിയിലെ കാരയ്ക്കൽ, കടലൂർ, നാഗപട്ടണം, തഞ്ചാവൂർ, തിരുവാരൂർ ജില്ലകളിലാണ് സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നത്. മഴ ശക്തമായതോടെ സംസ്ഥാനത്തു നിന്നുള്ള വിമാനയാത്രയും പ്രതിസന്ധിയിലാണ്. നിരവധി വിമാനങ്ങൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. മഴയെ തുടർന്ന് മയിലാടുതുറൈ അടക്കമുള്ള മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാമേശ്വരത്തും പാമ്പനിലും മൊബൈൽ ഫോൺ നെറ്റ്വർക്കിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഡെൽറ്റ ജില്ലകളിലും പുതുച്ചേരിയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനെ തുടർന്നാണ് മഴ. വരുന്ന 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാഷണൽ ഡെസ്ക് ജീവൻ. സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം വരും മണിക്കൂറിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കും. ഫെഞ്ചൽ എന്ന് പേര് നൽകിയിരിക്കുന്ന ചുഴലിക്കാറ്റ് ശ്രീലങ്ക തീരം വഴി തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത. ഫെഞ്ചൽ സീസണിലെ 2ാമത്തെയും ഈ വർഷത്തെ 4ാമത്തെയും ചുഴലിക്കാറ്റാണ്. ഇതിന്റെ സ്വാധീനഫലമായാണ് നിലവിലെ മഴ. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യത മുൻനിർത്തി തെക്കൻ കേരള തീരത്ത് വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ജീവൻ.
കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച് ഗൗതം അദാനിക്കെതിരായ അമേരിക്കയിലെ കേസ് വിവാദത്തിൽ പാർലമെന്റ് നടപടികൾ സ്തംഭിച്ചു. ഗൗതം അദാനിയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷ എംപിമാർ ലോക്സഭയിൽ മുദ്രാവാക്യം വിളിച്ചു. രാജ്യസഭയും അദാനി വിഷയത്തിലെ ബഹളത്തെ തുടർന്ന് നടപടികളിലേക്ക് കടക്കാനാവാതെ പിരിഞ്ഞു. പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്ന ഉടൻ പ്രതിപക്ഷം ബഹളം തുടങ്ങി. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നും അമേരിക്കയിലെ നിയമ നടപടികളുടെ പശ്ചാത്തലത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യപ്പെട്ടു. ലോക്സഭയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയും അറസ്റ്റ് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർക്കൊപ്പം മുദ്രാവാക്യം മുഴക്കി. പ്രതിഷേധം അവഗണിച്ച് ചോദ്യോത്തരവേളയുമായി സ്പീക്കർ മുന്നോട്ടു പോകാൻ ശ്രമിച്ചെങ്കിലും ബഹളത്തിൽ മുങ്ങി. 12 മണിവരെ ആദ്യം പിരിഞ്ഞ സഭ പിന്നീട് ചേർന്നപ്പോഴും ബഹളമുണ്ടായി. തുടർന്ന് നാളേക്ക് പിരിഞ്ഞു. മോദി സർക്കാർ നൽകുന്ന സംരക്ഷണം അവസാനിപ്പിച്ച് അദാനിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. The point is he has to be arrested, as we have said. Hundreds of people are being arrested on tiny charges. The gentleman has been indicted in the United States for thousands of crores. He should be in jail. രാജ്യസഭയിലും സമാന കാഴ്ചകളാണ് നടന്നത്. ചർച്ച ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ ചെയർമാൻ ജഗദീപ് ധൻഖർ നേരിട്ടു. ഒന്നും രേഖകളിലുണ്ടാകില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. Allow me to proceed with the listed business of the House. And Jairamji, let me make 2 assertions. You are very good when you use your pen. Here also do the same thing. Your vocal cords are fine when you get a legitimate platform to speak. മണിപ്പൂർ കലാപം, സമ്പൽ സംഘർഷം, വയനാട് ദുരന്തം തുടങ്ങിയ വിഷയങ്ങളിലും പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടിരുന്നു. വഖഫിലെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ നടപടികളിൽ പ്രതിപക്ഷം അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് JPC യോഗം ചേർന്നത്. മറ്റന്നാൾ റിപ്പോർട്ട് നൽകാനിരിക്കെ ഇനിയും പല സംസ്ഥാനങ്ങളെയും കേട്ടിട്ടില്ലെന്ന പരാതി സർക്കാരിന് മുന്നിലുണ്ട്. കാലാവധി നീട്ടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ ഈ സമ്മേളന കാലത്ത് തന്നെ ബില്ല് പാസാക്കാനാണ് സർക്കാരിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക് ജീവൻ. ഗൗതം അദാനി, സാഗർ അദാനി എന്നിവർക്കെതിരെ US കൈക്കൂലി കുറ്റം ചുമത്തിയിട്ടില്ലെന്ന് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. ഇതിനെ തുടർന്ന് വന്ന മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റാണെന്നും അദാനി ഗ്രൂപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സൗരോർജ്ജ കരാറുകൾ നേടാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $26.5 കോടി കൈക്കൂലി നൽകിയെന്നും US-ൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്നുമാണ് അദാനിക്കെതിരെയുള്ള ആരോപണം. എന്നാൽ ഗൗതം അദാനിക്കും സാഗർ അദാനിക്കും വിനീത് ജെയിനിനുമെതിരെ അമേരിക്കയിൽ കൈക്കൂലിക്കുറ്റം ചുമത്തിയിട്ടില്ലെന്നും അദാനി ഗ്രൂപ്പിനെതിരെ കൈക്കൂലി കേസെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും കമ്പനി വ്യക്തമാക്കി. 2020 മുതൽ 2024 വരെയുള്ള കാലയളവിൽ സൗരോർജ്ജ വിതരണ കരാറുകൾ നേടാൻ കൈക്കൂലി നൽകിയ വിവരം മറച്ചുവെച്ച് കടപ്പത്ര വിൽപ്പനയിലൂടെ അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് വഞ്ചിച്ചെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കുറ്റപത്രത്തിൽ 5 കുറ്റങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിലും അതിൽ ഗൗതം അദാനിക്കും സാഗർ അദാനിക്കും വിനീത് ജെയിനുമെതിരെ കൈക്കൂലിയോ അഴിമതി ആരോപണമോ ഉൾപ്പെടുന്നില്ലെന്നും കമ്പനി അറിയിച്ചു. കൈക്കൂലി വാഗ്ദാനം ചെയ്തോ എന്ന് മാത്രമാണ് US കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നാൽ കൈക്കൂലി നൽകിയതിന് തെളിവുകളൊന്നും ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. US അദാനി ഗ്രൂപ്പിനെതിരെ നടപടിയെടുത്തെന്ന തരത്തിലെ തെറ്റായ വാർത്ത കമ്പനിക്ക് നഷ്ടം വരുത്തിയെന്നും അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക് ജീവൻ. ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതനും മതന്യൂനപക്ഷ നേതാവുമായ ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ അറസ്റ്റിന് പിന്നാലെ ചിറ്റഗോങ്ങിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിൽ ഒരു അഭിഭാഷകൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ചിറ്റഗോങ് ബാർ അസോസിയേഷനെ ഉദ്ധരിച്ച ANI ആണ് ഇക്കാര്യം അറിയിച്ചത്. ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ അറസ്റ്റിന് പിന്നാലെ ചിറ്റ്ഗോങ്ങിലുണ്ടായ സംഘർഷത്തിൽ അഭിഭാഷകനായ സൈഫുൽ ഇസ്ലാം അലിഫാണ് കൊല്ലപ്പെട്ടതെന്ന് ചിറ്റ്ഗോങ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് നസീമുദ്ദീൻ ചൌധരിയെ ഉദ്ധരിച്ച് ANI റിപ്പോർട്ട് ചെയ്തു. അതേസമയം കൊലപാതകത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. സൈഫുൽ ഇസ്ലാം ആരിഫിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അഭിഭാഷകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ചത്തെ കോടതി പ്രവർത്തനങ്ങൾ ചിറ്റ്ഗോങ് ബാർ അസോസിയേഷൻ താൽക്കാലികമായി നിർത്തിവച്ചു. ചിന്മോയ് ബ്രഹ്മചാരിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റ്ഗോങ്ങിൽ കോടതി വളപ്പിൽ
വളപ്പിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. എന്നാൽ കോടതി ജാമ്യാപേക്ഷ നിരസിക്കുകയും ജയിലിൽ അടയ്ക്കാൻ ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് പ്രതിഷേധക്കാർ ജയിൽ വാൻ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. പോലീസ് അവരെ നീക്കം ചെയ്യാൻ കണ്ണീർ വാതക ഷെല്ലുകളും ഗ്രനേഡുകളും പ്രയോഗിച്ചിരുന്നു. 2 മണിക്കൂർ നീണ്ട സംഘർഷത്തിനൊടുവിലാണ് ചിന്മോയ് ബ്രഹ്മചരിയെ ജയിലിലടച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ധാക്കയിൽ നിന്ന് 300 കിലോമീറ്റർ അകലെ രംഗ്പൂർ നഗരത്തിൽ ന്യൂനപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ചിന്മോയുടെ അറസ്റ്റെന്നാണ് വിവരം. മറ്റൊരു പരാതിയിൽ ഇദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അതേസമയം ധാക്ക വിമാനത്താവളത്തിൽ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടുപിന്നാലെ തലസ്ഥാനമായ ധാക്ക ഉൾപ്പെടെ ബംഗ്ലാദേശിലുടനീളം ന്യൂനപക്ഷ സമുദായത്തിലെ അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തുടനീളം അതീവ ജാഗ്രത തുടരുകയാണ്. അഭിഭാഷകന്റെ കൊലപാതകത്തെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് അപലപിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കൂടി. 1 പവൻ സ്വർണത്തിന് 200 രൂപയാണ് വർദ്ധിച്ചത്. സംസ്ഥാനത്ത് 1 പവൻ സ്വർണത്തിന് 200 രൂപ വർദ്ധിച്ച് 56,840 രൂപയായി. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് 7,105 രൂപയും 1 ഗ്രാം 24 ക്യാരറ്റ് സ്വർണത്തിന് 7,751 രൂപയുമായി. കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ 960 രൂപയുടെ കുറവുണ്ടായിരുന്നു. ഇന്നലെ 1 പവൻ സ്വർണത്തിന്റെ വില 56,640 രൂപയായിരുന്നു. സ്വർണ്ണവിലയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം ഉപഭോക്താക്കളെ ഒന്നടങ്കം വലയ്ക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 1 പവൻ സ്വർണത്തിന് 1,760 രൂപയാണ് കുറഞ്ഞത്. രാജ്യാന്തര വിപണിയിലെ വിലക്കുറവാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയെയും ബാധിച്ചത്. ഇസ്രായേൽ ഹിസബുള്ള യുദ്ധം അവസാനിച്ചേക്കാമെന്ന വാർത്ത വന്നതോടെയാണ് സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായത്. നവംബർ 12 മുതലാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണനിരക്ക് രേഖപ്പെടുത്തിയത് നവംബർ 1-നായിരുന്നു. അന്ന് 1 പവൻ സ്വർണത്തിന് 59,080 രൂപയായിരുന്നു. നവംബർ 17-നാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 55,480 രൂപ രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ. അങ്കമാലി അർബൻ സഹകരണ സംഘം തട്ടിപ്പ് നടത്തിയത് കരുവന്നൂർ ശൈലിയിൽ. സംഘത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന 120 കോടിയുടെ വായ്പകളിൽ 97 കോടിയുടേതും വ്യാജ വായ്പകളാണ്. കരുവന്നൂരിൽ CPM-ന് സമാനമായി അങ്കമാലിയിൽ വർഷങ്ങളായി സംഘത്തിന്റെ ഭരണം കൈയാളിയിരുന്ന കോൺഗ്രസ് നേതൃത്വവും പ്രതിരോധത്തിലായി. എറണാകുളത്തെ പല രാഷ്ട്രീയ വ്യവസായ പ്രമുഖർക്ക് അങ്കമാലി അർബൻ സഹകരണ സംഘം വായ്പ അനുവദിച്ചിട്ടുണ്ട്. പലതിന്റെയും തിരിച്ചടവ് മുടങ്ങി. തട്ടിപ്പ് നടന്ന കാലത്ത് സംസ്ഥാന സഹകരണ വകുപ്പ് പുരസ്കാരം നൽകി ആദരിച്ച സംഘമാണിത്. നിലവിൽ സംഘത്തിന്റെ ഭരണ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് വായ്പാ സാമ്പത്തിക കണക്കുകൾ എന്നിവ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ED നോട്ടീസ് നൽകി. ഈ വർഷം ആദ്യമാണ് തട്ടിപ്പിന്റെ വിവരം പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത്. അപകടത്തിൽ പരിക്കേറ്റ 20 വർഷമായി വീട്ടിൽ കഴിയുന്ന അങ്കമാലി സ്വദേശിയായ അനൂപ് വർഗീസിനും കുടുംബത്തിലെ മറ്റു 4 പേർക്കും സംഘത്തിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാത്തതിന് നോട്ടീസ് ലഭിച്ചു. എന്നാൽ ഇവർ വായ്പ എടുത്തിരുന്നില്ല. 5 വർഷം മുൻപാണ് ഇവരുടെ പേരിൽ വ്യാജ വായ്പ നൽകിയിരിക്കുന്നത്. രേഖകളിൽ മുഴുവൻ കള്ള ഒപ്പുകളും വിരലടയാളങ്ങളുമാണ്. ക്രമക്കേടിനെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയ എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഗുരുതര കുറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു. 2018 മുതൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. കോതമംഗലം സ്വദേശിക്ക് മാത്രം 33.86 കോടി രൂപ വായ്പ നൽകിയിട്ടുണ്ട്. ഇതിൽ തിരിച്ചടവുണ്ടായിട്ടില്ല. ഭാര്യയുടെയും മറ്റുള്ളവരുടെയും പേരിൽ 2.5 കോടി വായ്പയെടുത്ത് ഒരു ഡയറക്ടർ തന്നെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ പേരിലും മരിച്ചുപോയവരുടെ പേരിലും വായ്പകൾ നൽകി. വസ്തു ആധാരങ്ങളുടെ പകർപ്പ് മാത്രം സ്വീകരിച്ച് കോടികൾ വായ്പ നൽകി. വായ്പകളുടെ ഈട് വസ്തുവിൽ നിന്ന് വായ്പാ തുകയുടെ 25% മാത്രമേ ഈടാക്കുന്നതിന് സാധിക്കുകയുള്ളൂ. വ്യാജ വായ്പകളിൽ സംഘത്തിന് യാതൊരു വിധത്തിലും ഈടാക്കിയെടുക്കാൻ കഴിയാത്ത 33.82 കോടികളുടെ വായ്പയുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ക്രീപ്പ ഗ്രീൻ പവർ എക്സ്പോയുടെ 7ാമത് എഡിഷൻ ഈ മാസം 28 മുതൽ 30 വരെ അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. പ്രദർശനത്തിൽ സോളാർ, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ബയോ എനർജി തുടങ്ങിയ മേഖലകളിലെ 250-ലധികം പ്രദർശകർ പങ്കെടുക്കും. ബിസിനസ്സുകാരെയും നയരൂപകരെയും പൊതുജനങ്ങളെയും പുനരുൽപാദക ഊർജ്ജം സ്വീകരിച്ച് ഹരിതഭാവി സൃഷ്ടിക്കാനുള്ള പ്രചോദനം നൽകാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ക്രീപ്പയുടെ 7ാമത് എക്സ്പോ. പ്രധാനമന്ത്രി സൂര്യ ഘർ യോജന ഉൾപ്പെടെ സർക്കാർ സ്കീമിന് കീഴിൽ സൗരോർജ്ജ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സബ്സിഡിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എക്സ്പോയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ലഭിക്കും. 2040 100% പുനരുപയോഗ ഊർജ്ജത്തിലേക്കും 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കാനുമാണ് കേരളത്തിന്റെ ലക്ഷ്യം.
മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു എഡിഷനാണ് ഗ്രീൻ പവർ എക്സ്പോയുടെ 7th എഡിഷൻ. 250-ൽ അധികം ബ്രാൻഡുകൾ അവരുടെ പ്രോഡക്ട്സും സർവീസ് സേവനങ്ങളും ഇതിനകത്ത് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ എക്സ്പോയുടെ ഭാഗമായിട്ട് നമ്മൾ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും ടെക്നോളജീസും പരിചയപ്പെടുത്താനായിട്ട് ഈ തവണ നമ്മൾ വിനിയോഗിക്കുകയാണ്. അതിനകത്ത് ഗ്രീൻ ഹൈഡ്രജൻ, എനർജി, ലാർജ് സ്കെയിൽ എനർജി സ്റ്റോറേജ്, സോളറൈസ്ഡ് EV ചാർജിങ്, അങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള സെമിനാറുകളും സിമ്പോസിയവും വളരെ വിദഗ്ധർ പങ്കെടുക്കുന്ന പാനൽ ചർച്ചകളും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങളും നമ്മൾ ഈ ഷോയിൽ ലഭ്യമാണ്. എക്സ്പോയുടെ ഭാഗമായി തൊഴിൽമേള, യുവ ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, ചർച്ചകൾ തുടങ്ങിയവയും നടക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ശിവരാമകൃഷ്ണൻ, സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ്, വൈസ് പ്രസിഡന്റ് ടെറൻസ് അലക്സ്, ട്രഷറർ തുളസിദാസ് തുടങ്ങിയവരും പങ്കെടുത്തു. ജീവൻ ന്യൂസ്, കൊച്ചി. ശബരിമല 18ാം പടിയിലെ ഫോട്ടോഷൂട്ട് വിവാദത്തിൽ കടുത്ത നടപടികൾ വേണ്ടെന്ന ADGPയുടെ റിപ്പോർട്ട്. ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ADGP S. ശ്രീജിത്ത് DGPക്ക് നൽകിയ റിപ്പോർട്ടിലാണ് കടുത്ത നടപടി വേണ്ട എന്ന നിർദ്ദേശം ഉള്ളത്. ഫോട്ടോഷൂട്ട് വിവാദത്തിൽ ഉൾപ്പെട്ട 25 പോലീസുകാർക്ക് ശിക്ഷാ നടപടിയുടെ ഭാഗമായി KPA ബറ്റാലിയനിൽ 4 ദിവസത്തെ പ്രത്യേക പരിശീലനം നൽകും. കൂടാതെ ശബരിമലയും പരിസരവും വൃത്തിയാക്കണം. കഴിഞ്ഞ തിങ്കളാഴ്ച പടി ഡ്യൂട്ടി ഒഴിഞ്ഞ പോലീസുകാരാണ് ഫോട്ടോഷൂട്ട് വിവാദത്തിൽപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് നടയടച്ച ശേഷം 1:30 പടിയിൽ നിന്ന് നടത്തിയ ഫോട്ടോഷൂട്ടാണ് വിവാദമായത്. പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത് ആചാരലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ പന്തളം കൊട്ടാരവും തന്ത്രി രാജീവര് കണ്ഠരരും ഫോട്ടോഷൂട്ടിനെതിരെ പരാമർശം നടത്തിയിരുന്നു. അതേസമയം പോലീസുകാർക്കെതിരെയുള്ള നടപടിയിൽ പോലീസ് അസോസിയേഷൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ജീവൻ. ഇടവിട്ട് പെയ്യുന്ന ചാറ്റൽ മഴയെയും മൂടിക്കെട്ടിയ അന്തരീക്ഷത്തെയും അവഗണിച്ച് 12 വിളക്ക് ദിനമായ ഇന്നും ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം. പമ്പയിൽ കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ ഉടൻ തുറന്നേക്കും. പ്രതികൂല കാലാവസ്ഥയിലും ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 12 വിളക്ക് ദിനമായ ഇന്ന് പുലർച്ചെ മുതൽ സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ നടപ്പന്തലിലെത്തിയ തീർത്ഥാടകർ 1 മണിക്കൂറിലധികം കാത്തുനിന്നാണ് ദർശനം നടത്തിയത്. ഇന്നലെ 75,458 ഭക്തർ ദർശനം നടത്തി. ഇതിൽ 12,471 പേർ സ്പോട്ട് ബുക്കിംഗിലൂടെയാണ് എത്തിയത്. തിങ്കളാഴ്ച 81,870 പേരാണ് ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി 12,748 പേരെത്തി. കഴിഞ്ഞ 5 ദിവസങ്ങളായി സ്പോട്ട് ബുക്കിംഗ് പരിധിയായ 10,000 കടന്ന് തീർത്ഥാടകർ എത്തുന്നുണ്ട്. ഇത് കണക്കിലെടുത്ത് പമ്പയിൽ കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ ഉടൻ തുറന്നേക്കും. ന്യൂസ് ഡെസ്ക്, ജീവൻ. പെരുമ്പാവൂർ ചേലാമറ്റം കോട്ടയിൽ ശാസ്താക്ഷേത്രത്തിൽ 20 വർഷത്തിനു ശേഷം നടക്കുന്ന അഷ്ടബന്ധ കലശം വ്യാഴാഴ്ച ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപനമാകും. ക്ഷേത്രം തന്ത്രി രാമമംഗലം മനയത്താറ്റ് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ചെറുകൂട്ട മന ജയദേവൻ പോറ്റിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. തിരുവിതാംകൂർ രാജഭരണത്തിന്റെ പ്രതാപകാലത്ത് കോട്ടയിൽ ക്കാരുടേതായിരുന്നു ഈ ക്ഷേത്രം. 2 മാസം മുൻപ് നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തെ തുടർന്ന് പ്രായശ്ചിത്ത പരിഹാരക്രിയകൾ, കലശ ചടങ്ങുകൾ തുടങ്ങിയവ ആരംഭിച്ചത്. പരിഹാരക്രിയകളുടെ ഭാഗമായി പ്രദേശത്തെ 16 മുത്തശ്ശിമാരെ ആദരിച്ചിരുന്നു. കലശാഘോഷത്തിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ഭക്തരാണ് എത്തുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് ഗോപി വെള്ളമറ്റം, സെക്രട്ടറി രഞ്ജിത് കുമാർ തോട്ടുങ്കൽ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ട് അവിസ്മരണീയമായി കോഴിക്കോട്ട് നടന്ന സൈലം അവാർഡ്സ്. കാലിക്കറ്റ് ട്രേഡ് സെന്ററിലെ പരിപാടിയിലേക്ക് 15,000 കുട്ടികളാണ് എത്തിയത്. എയിംസ്, IIT, NIT, രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്നായി 2,476 ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണ് അവാർഡ് വാങ്ങാൻ കോഴിക്കോടെത്തിയത്. CAയും ACCAയുമെല്ലാം ഗ്ലോബൽ റാങ്കുകളാൽ സമ്പന്നമാക്കിയ സൈലം കൊമേഴ്സ് വിദ്യാർത്ഥികളും വേദിയിലെത്തി. സൈലം CEO ഡോക്ടർ അനന്തു S, സൈലം ഡയറക്ടർമാരായ ലിജീഷ് കുമാർ, വിനേഷ് കുമാർ എന്നിവർ കുട്ടികളെ അഭിസംബോധന ചെയ്തു. ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, രമേശ് പിഷാരടി, നസ്ലിൻ, നിഖില വിമൽ, പേളിമാണി, ജീവ ജോസഫ്, കാർത്തിക് സൂര്യ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ടെക് കമ്പനിയായ സൈലം
5ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ആഘോഷം. സൈലം ആപ്പ് വഴി 5 ലക്ഷം വിദ്യാർത്ഥികളും ഓഫ്ലൈനായി 30,000 വിദ്യാർത്ഥികളും 25 സെന്ററുകളിലായി പരിശീലനം നേടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കി ഇന്ത്യൻ താരങ്ങൾ. ഓസ്ട്രേലിയക്കെതിരായ പെർത്തിലെ ആദ്യ മത്സരത്തിലെ വിജയത്തിന് ശേഷമാണ് ഇന്ത്യയുടെ മുന്നേറ്റം. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഇന്ത്യയെ നയിച്ച പേസ് ബോളിംഗ് സൂപ്പർ താരം ജസ്പ്രീത് ബുംറ ബൌളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി. ദക്ഷിണാഫ്രിക്കൻ ബൌളർ റബാഡയെ മറികടന്നാണ് ബുംറ ഒന്നാമതെത്തിയത്. ഈ വർഷം 2ാം തവണയാണ് താരം ഒന്നാമതെത്തുന്നത്. പെർത്തിലെ മത്സരത്തിൽ 2 ഇന്നിംഗ്സിൽ നിന്നുമായി 8 വിക്കറ്റ് നേടിയതോടെ ബുംറ 1ാം സ്ഥാനത്ത് തിരിച്ചെത്തി. ബുംറയെ കൂടാതെ യുവതാരം യശസ്വി ജയ്സ്വാളും റാങ്കിങ്ങിൽ വൻ മുന്നേറ്റമുണ്ടാക്കി. ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്താണ് ജയ്സ്വാൾ. 1ാം സ്ഥാനം ഇംഗ്ലണ്ട് സൂപ്പർ താരം ജോ റൂട്ട് നിലനിർത്തി. ടെസ്റ്റ് കരിയറിൽ 30ാം സെഞ്ചുറി സ്വന്തമാക്കിയ വിരാട് കോഹ്ലി 9 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 13ാം സ്ഥാനത്തെത്തി. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിലും ഇന്ത്യൻ ടീം മുന്നിലെത്തി. ഓസ്ട്രേലിയയെ 2ാം സ്ഥാനത്തേക്ക് തള്ളിയാണ് ഇന്ത്യ ഒന്നാമതെത്തിയത്. സ്പോർട്സ് ഡെസ്ക് ജീവൻ. ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മികച്ച സേവനം കാഴ്ചവെച്ച സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിലെ ജീവനക്കാരെ ആദരിച്ചു. മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. 51 ജീവനക്കാർക്ക് പ്രശംസാപത്രം നൽകി. വകുപ്പ് ഡയറക്ടർ B ശ്രീകുമാർ, ADM K ദേവകി, അഡീഷണൽ ഡയറക്ടർ TP വിനോദൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഷീന എന്നിവർ പങ്കെടുത്തു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസേരിയുടെ മാനവ സഞ്ചാരത്തിന് എറണാകുളത്ത് സ്വീകരണം നൽകി. MK സാനു ഉദ്ഘാടനം ചെയ്തു. MLA മാരായ അൻവർ സാദത്ത്, KJ മാക്സി, TJ വിനോദ് എന്നിവർക്ക് പുറമെ സ്വാമി ധർമ്മചൈതന്യ, സയ്യിദ് ത്വാഹ സഖാഫി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കളത്തിപ്പറമ്പ് ഉൾപ്പെടെയുള്ള മതമേധാവികളുമായും മറ്റു പ്രമുഖന്മാരുമായും അസഹരി കൂടിക്കാഴ്ച നടത്തി. മണപ്പുറം യൂണിക് ടൈംസ് കോൺക്ലേവ് 2024 കൊച്ചിയിൽ നടന്നു. ആധുനിക ബിസിനസ്സിൽ ഡിജിറ്റൽ മീഡിയയുടെ പങ്ക് എന്ന വിഷയത്തിൽ വ്യവസായ പ്രമുഖരെയും ഡിജിറ്റൽ മീഡിയ വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കോൺക്ലേവ്. മണപ്പുറം MD VP നന്ദകുമാർ, മാതൃഭൂമി ഡയറക്ടർ മയൂര ശ്രേയാംസ് കുമാർ, SOIAM സ്ഥാപക ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ് എന്നിവരുൾപ്പെടെയുള്ളവർ കോൺക്ലേവിൽ പങ്കെടുത്തു. ദീപക് L അശ്വനി, ഡോക്ടർ ഹഫീസ് റഹ്മാൻ, സജീവ് നായർ, ഐശ്വര്യ നന്ദിലത്ത് എന്നിവരും സംസാരിച്ചു. ഡോക്ടർ KA കുര്യച്ചൻ മോഡറേറ്റർ ആയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നവീൻ ബാബുവിന്റെ മരണം കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിശദമായ വാദം ഡിസംബർ 9-ന്. BJPയെ അപമാനിക്കാൻ ശ്രമമെന്ന് K സുരേന്ദ്രൻ. കള്ളവാർത്തകൾ പ്രചരിപ്പിച്ചാൽ കൈകാര്യം ചെയ്യും. പാർട്ടിയെ കരിവാരിത്തേക്കാൻ അനുവദിക്കില്ലെന്നും താക്കീത്. ഗൗതം അദാനിക്കെതിരായ അമേരിക്കയിലെ കേസ് പാർലമെന്റിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ബഹളത്തിൽ ഇരുസഭകളും സ്തംഭിച്ചു. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി. ഹിന്ദു പുരോഹിതന്റെ അറസ്റ്റ്. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ സംഘർഷം. അഭിഭാഷകന് ജീവഹാനി. രാജ്യത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ഭരണകൂടം. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റ് ജയത്തിന് പിന്നാലെ ICC റാങ്കിങ്ങിൽ നില മെച്ചപ്പെടുത്തി ഇന്ത്യ. ടെസ്റ്റ് റാങ്കിങ്ങിൽ ടീം വീണ്ടും ഒന്നാമത്. ബൌളർമാരിൽ മുന്നിൽ ബുംറ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.